ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ത്രിലോകാസ്. ഇത് നമ്മുടെ മൊഡ്യൂൾ 1-ൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾ ചെയ്യണം. കാരണം ജസ്റ്റ് ഒരു സപ്പോർട്ടാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ അടുത്ത വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ഇത് ലാസ്റ്റ് വീഡിയോ ആണ് മൊഡ്യൂൾ 1-ൻ്റെ. സോ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. തെർമോ കെമിസ്ട്രിയാണ് നമ്മുടെ ടോപ്പിക്. സോ എന്താണ് തെർമോ കെമിസ്ട്രി എന്ന് നോക്കാം. തെർമോ കെമിസ്ട്രി ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിക്കൽ തെർമോഡൈനാമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഹീറ്റ് ചേഞ്ച് അക്കോമ്പനൈങ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ. അതായത് കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോഴുണ്ടാകുന്ന ഹീറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയിലെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് തെർമോ കെമിസ്ട്രി. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഇനി അതിൻ്റെ ബേസിക്സ് നോക്കാം. നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻസ് എന്തായാലും ഓർത്തിരിക്കണം. അതായത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ യു ആണ്. ഡെൽറ്റ യുടെ ഇക്വേഷൻ ക്യൂ വി ആണ്. അതായത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ക്യൂ പി ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ എച്ച് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ യു ഓഫ് എ റിയാക്ഷൻ പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി ആണ്. ഈ ഇക്വേഷനൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എക്സോതെർമിക് പ്രോസസ്സിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. എൻഡോതെർമിക് പ്രോസസ്സിൻ്റെ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഇനി നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് നോക്കാം. ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ ഈസ് ഇറ്റ്സ് പ്യുവർ ഫോം അറ്റ് 1 bar പ്രഷർ. ഒന്നുമില്ല, ഒരു സാധനം സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെന്ന് പറയുന്നത് അതിൻ്റെ പ്യുവർ ഫോമിലായിരിക്കണം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ബട്ട് അതിൻ്റെ പ്രഷർ എന്തായിരിക്കണം? 1 bar പ്രഷർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സബ്സ്റ്റൻസിനെ അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെന്ന് പറയാം, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ. ഇനി നമുക്ക് പൊതുവെയൊക്കെ സ്റ്റാൻഡേർഡ് തെർമോഡൈനാമിക് ഡാറ്റാസിലൊക്കെ ടെമ്പറേച്ചർ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള തെർമോഡൈനാമിക് വാല്യൂസിനൊക്കെ നമ്മളൊരു 0 പോലെ ഇവിടെ കൊടുക്കും. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് നോട്ട് എന്ന് കൊടുക്കും. അത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡെൽറ്റ ജി നോട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. Enthalpy of a reaction at a given temperature is defined as the enthalpy change produced in the reaction when the molar quantities of the reactants and products are same as those shown in the balanced chemical equation. ഒന്നുമില്ലടാ, നമ്മുടെ ഒരു ഇക്വേഷൻ എഴുതുമല്ലോ. അപ്പം നമ്മൾ അമോണിയയുടെ സിന്തസിസിനെ പറ്റിയിട്ടുള്ള ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ബാലൻസ്ഡ് ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? N2 + 3H2 gives 2NH3. ആ ബാലൻസ്ഡ് ഫോമിൽ നമുക്കറിയാം അത് രണ്ട് ഭാഗത്തും റിയാക്റ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ആറ്റങ്ങളുടെ എണ്ണം സെയിം ആക്കിക്കൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. ആ ബാലൻസ് ചെയ്ത സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോക്ക് അനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ആ ഇക്വേഷനെ, ആ മോൾ ചേഞ്ചസ്, അതായത് നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ്റെ സ്റ്റോയിഷ്യോമെട്രി അനുസരിച്ച് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ. കേട്ടിരുന്നാൽ മതി. അതുപോലെ തന്നെ എൻതാൽപ്പി ഓഫ് എ റിയാക്ഷന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ജസ്റ്റ് ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയപ്പോൾ ഇത് മിസ്സായി പോയതാണ്. എഴുതി വെക്കുക. എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ആർ എന്ന് പറയുന്നത് എച്ച് ഓഫ് എൻതാൽപ്പി ഓഫ് ദ പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് എ റിയാക്റ്റൻ്റ് ആണ്. ആ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എന്താണ് തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് നോക്കാം. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. A balanced chemical equation for a reaction showing the values of its enthalpy of a reaction specifying the conditions under which the reactants and product exist is called thermochemical equation. സോ ഒന്നുമില്ലടാ, തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും. ഇവിടെ നോക്കുക, റിയാക്റ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ആറ്റങ്ങളുടെ എണ്ണം സെയിം അല്ലേ. സോ അതിൻ്റെ ഓരോന്നിൻ്റെയും സ്റ്റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റിയാക്റ്റൻറ്റിൻ്റെ സ്റ്റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റിൻ്റെ. ഇവിടെ നോക്കുക, H2 എന്ന് പറയുന്നത് ഗ്യാസ് അല്ലേ, അത് മെൻഷൻ ചെയ്തിട്ടില്ലേ. അതുപോലെ തന്നെ O2 എന്ന് പറയുന്നത് ഗ്യാസ് അല്ലേ, അത് മെൻഷൻ ചെയ്തിട്ടില്ലേ. അതുപോലെ തന്നെ H2 എന്ന് പറയുന്നത് ലിക്വിഡാണ്, അതിൻ്റെതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ എൻതാൽപ്പി ചേഞ്ചും കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഒട്ടാകെ വിളിക്കുന്ന പേരാണ് തെർമോ കെമിക്കൽ ഇക്വേഷൻ. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് നോക്കാം. അപ്പോൾ നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോമേഷൻ ഒന്ന് നോക്കിയാലോ. എന്താണ് എൻതാൽപ്പി ഓഫ് ഫോമേഷൻ? The enthalpy of formation of a compound is defined as the enthalpy change accompanying the formation of 1 mole of compound from its element at the specified temperature and pressure. It is denoted as delta F of H. ഒന്നുമില്ലടാ, ഒരു മോള് കോമ്പൗണ്ട് കോൺസ്റ്റിറ്റ്യൂൻ്റ് ആറ്റംസിൽ നിന്ന് ഒരു മോള് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചാണ് എൻതാൽപ്പി ഓഫ് ഫോമേഷൻ എന്ന് പറയുന്നത്. എന്താണ് എൻതാൽപ്പി ഓഫ് ഫോമേഷൻ? ഒരു മോള് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആറ്റംസിൽ നിന്ന് ഒരു മോൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ഫോമേഷൻ എന്ന് പറയുന്നത്. സോ എൻതാൽപ്പി ഓഫ് ഫോമേഷൻ എന്താ പ്രത്യേകം ശ്രദ്ധിക്കണം.
1 മോളാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള റിയാക്റ്റൻസിൽ നിന്ന് 1 മോള് കോമ്പൗണ്ട് ഉണ്ടാവുമ്പോഴുണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇനി അത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എ കോമ്പൗണ്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ എൻതാൽപ്പി ചേഞ്ച് അക്കോമ്പനയിങ് ദ formation of 1 mole of the compound in its standard state from its element in their standard state at the temperature. അതായത് എലമെൻസും റിയാക്റ്റൻസും ഒക്കെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ഓഫ് ഫോർമേഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ½ H2 പ്ലസ് ½ Br2 ഗീവ്സ് HBr. അതിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് -36.4 കിലോ ജൂളാണ്. നിങ്ങൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ മഞ്ജുഷയുടെ പോർഷൻ എടുത്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇവിടെ 1 മോൾ ഉണ്ടാവാനുള്ള എൻതാൽപ്പി ചേഞ്ച്, ഇപ്പോൾ 2 മോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഈ പോർഷൻ്റെ സാധനം എടുക്കുക, അത് നിങ്ങളുടെ കയ്യിൽ വെക്കണം. ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗം ഒന്ന് വെക്കുക. അതിൽ തന്നിട്ടുണ്ട് H2 പ്ലസ് Br2 ഗീവ്സ് 2 HBr എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 2 HBr ആണ് ഫോം ചെയ്യുന്നത്. സോ നമ്മുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ല, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ ഇതെന്താ? 1 മോൾ ഓഫ് കോമ്പൗണ്ട് ഉണ്ടാവണം. ഇവിടെ 2 മോൾ കോമ്പൗണ്ട് ഉണ്ടാവില്ലേ? അപ്പോൾ തന്നിട്ടുള്ള എൻതാൽപ്പി ചേഞ്ചിൽ നിന്ന് നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കേണ്ട എന്താ ചെയ്യേണ്ടത്? 1 മോൾ ഉണ്ടാവേണ്ടതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. സോ നമ്മുടെ തന്നിട്ടുള്ള എൻതാൽപ്പി ഓഫ് എ റിയാക്ഷനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷൻ കാണുന്നുണ്ടാവും. H2 ഗ്യാസ് പ്ലസ് Br2 ലിക്വിഡ് ഗീവ്സ് 2 HBr ഗ്യാസ്. അതിന് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് -72.8 ആണ്. അതിന് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ചോദിക്കാൻ ഒന്നുമില്ലടാ, ഇവിടെ 2 മോളല്ല ഉണ്ടാവണേ. 1 മോളിൻ്റെ പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാണാം. ആ എക്സാമ്പിൾസൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഒന്ന് മനസ്സിലുറപ്പിക്കാം. അത്രയോ അവിടെ പറയാനുള്ളൂ. സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മറച്ചു പോകാം. ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല, ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മറച്ച് ചെയ്താൽ മതി. എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ ഉണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ദ എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ ഓഫ് എ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലൊന്ന് മാർക്ക് ചെയ്താൽ മതി. ഞാൻ വെറുതെ എഴുതുന്നില്ല, അതുകൊണ്ടാണ് അവസാന നിമിഷമാണ് പ്രിപ്പയർ ചെയ്തത്. സോ അതുകൊണ്ട് ഞാൻ ചിലത് വിട്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ്റെ പോർഷൻ എടുക്കുക. അതിൽ എന്താണ് എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ എൻതാൽപ്പി ഓഫ് എ കമ്പൽഷൻ ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ എൻതാൽപ്പി ചേഞ്ച് അക്കോമ്പനയിങ് ദ കംപ്ലീറ്റ് കമ്പൽഷൻ ഓഫ് 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ ഇറ്റ് റിക്വിസിറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. ഒന്നുമില്ലടാ, 1 മോളും സബ്സ്റ്റൻസ് അത് സഫിഷ്യൻ്റ് എമൗണ്ട് ഓഫ് ഓക്സിജനുമായിട്ട് കത്തുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, 1 മോൾ ഓഫ് കോമ്പൗണ്ട്. അതാണ് എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ. അത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ ആയിരിക്കും. ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. C4H10 ഗ്യാസ്, അത് 1 മോളാണ്. അത് കത്തുമ്പോഴുണ്ടാവുന്ന എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ എന്ന് പറയുന്നത് -2658 കിലോ ജൂൾ പെർ മോളാണ്. സോ ഇവിടെ 1 മോള് C4 എന്ന് പറയുന്നത് എന്തായിരിക്കും? ബ്യൂട്ടൈൻ ആയിരിക്കും. ബ്യൂട്ടൈൻ കത്തുന്നതിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ തന്നിട്ടുണ്ട്. ജസ്റ്റ് ആ എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ സോൾഡ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ മഞ്ജുഷയിൽ ചെയ്തിട്ടുള്ള സോൾഡ് എക്സസൈസ് എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോവാം. കാരണം നമ്മൾ അവസാന നിമിഷം പേപ്പറിൽ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ മലന്ന് നോക്കുന്നതിനെക്കാട്ടും നല്ലതായിരിക്കും. നമ്മളെ സോൾഡ് എക്സസൈസ് അല്ലേ, അതിന് ആൻസർ നമ്മൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ടെക്സ്റ്റ് നോക്കൂ, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. അതിൽ കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്തു നോക്കണം. പിന്നെ അതാണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ്റെ സാധനം കൊടുത്തിട്ടുണ്ട്. എന്താണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ? സിമ്പിളാണ്. The enthalpy of neutralization is defined as the enthalpy change accompanying the neutralization of 1 gram equivalent of acid by 1 gram equivalent of base in the solution. 1 gram equivalent of acid 1 gram equivalent of ബേസുമായിട്ട് ഡൈലൂട്ട് സൊല്യൂഷനിൽ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ആയിരിക്കും. സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ എൻതാൽപ്പി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ബേസ് ഉണ്ട്. സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ ഉണ്ട്. എന്തായിരിക്കും എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ? നമുക്കറിയാം എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. ഞാനിതിൽ എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് പോയിട്ട് എഴുതിയതാണ്. സോ ജസ്റ്റ് ഒരു എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആ പോർഷൻ ഒന്ന് എടുത്തു വെക്കുക. എന്നിട്ട് 2 ടൈപ്പ് എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ ഉണ്ട്. ഇൻറ്റഗ്രൽ എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ ഉണ്ട്.
നമുക്ക് എന്താണ് ഇൻ്റഗ്രൽ എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. അപ്പം എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ടെന്ന് പറയുക. ഇൻ്റഗ്രൽ എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷനും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷനും. നമുക്ക് എന്താണ് ഇൻ്റഗ്രൽ എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ നോക്കാം. The integral enthalpy of a solution at a given concentration for a solute at any given temperature is defined as the enthalpy change accompanying the complete dissolution of 1 mole of it in sufficient amount of pure solvent to form a solution of a specified concentration at that temperature. ഒന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഇൻ്റഗ്രൽ എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ അറ്റ് എ ഗിവൺ കോൺസെൻട്രേഷൻ, അതായത് ഒരു സാധനത്തിൻ്റെ ഇൻ്റഗ്രൽ എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ ഒരു ഗിവൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇത് എൻതാൽപ്പി ചേഞ്ച് അക്കോമ്പനിയിങ് ദ കംപ്ലീറ്റ് ഡിസൊല്യൂഷൻ ഓഫ് കംപ്ലീറ്റ് ഡിസൊല്യൂഷൻ ഓഫ് 1 mole of in sufficient amount of pure solvent. അതായത് ഒരു മോള് കോമ്പൗണ്ട് അതിൻ്റെ സഫിഷ്യൻ്റ് എമൗണ്ട് എത്രയാണോ വേണ്ടത് ആ കൃത്യം ആവശ്യത്തിന് മാത്രമുള്ള എത്രയാണോ അത് ഡിസോൾവ് ചെയ്യാൻ വേണ്ടത് അത്രയും സഫിഷ്യൻ്റ് എമൗണ്ടിലുള്ള പ്യുവർ സോൾവെൻറ്റുമായിട്ട് ചേരുമ്പോൾ അപ്പോഴുണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചാണ് ഇൻ്റഗ്രൽ എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ. മനസ്സിലായിട്ടുണ്ടാവും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സഫിഷ്യൻ്റ് എമൗണ്ട് ആണ്. അതായത് എത്രയാണോ നമുക്ക് ഡിസൊല്യൂഷന് വേണ്ടത് അത്രയും സോൾവെൻ്റ് എടുത്താൽ മതി. സോ അതാണ് ഇൻ്റഗ്രൽ എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ. അതിൻ്റെ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ ഡിഫറൻഷ്യൽ എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ എന്ന് നോക്കിയാലോ. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും താഴെ തന്നിട്ടുണ്ട്. ദ ഡിഫറൻഷ്യൽ എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ ഫോർ എ സൊല്യൂട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ എൻതാൽപ്പി ചേഞ്ച് അക്കോമ്പനിയിങ് ദ കംപ്ലീറ്റ് ഡിസൊല്യൂഷൻ ഓഫ് 1 mole ഓഫ് ഇറ്റ് ഇൻ സച്ച് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ. ഇവിടെ നോക്കുക, അവിടെ നമ്മുടെ ഇൻറ്റഗ്രൽ എൻതാൽപ്പിയിൽ എന്തായിരുന്നു? സഫിഷ്യൻ്റ് എമൗണ്ട് ഓഫ് സോൾവെൻ്റ് ആയിരുന്നു. ബട്ട് ഡിഫറൻഷ്യൽ എൻതാൽപ്പിയിൽ ലാർജ് എമൗണ്ട് ഓഫ് സോൾവെൻ്റ് ആണ്. ജസ്റ്റ് ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മളൊരു ബീക്കറിൽ ഉപ്പിട്ട് കലക്കുക, അതുപോലെ തന്നെ അവിടെ നമ്മൾ സഫിഷ്യൻ്റ് എമൗണ്ട് ഓഫ് വാട്ടറല്ല എടുക്കുക. ഒരു ബീക്കറിൽ വെള്ളം എടുക്കുക. അതുപോലെ തന്നെ നമ്മളൊരു പൂളില്ലേ, സ്വിമ്മിംഗ് പൂൾ, അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂൾ എടുക്കുക. സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പിടുന്നതും ഒരു ബീക്കറിൽ 1 ടീസ്പൂൺ ഉപ്പിടുന്നതും നമ്മൾ വ്യത്യാസം ആലോചിച്ച് നോക്ക്. നമ്മളെ ബീക്കറിൽ എടുത്തത് സഫിഷ്യൻ്റ് എമൗണ്ട് ആയിരുന്നു. ബട്ട് നമ്മൾ പൂളിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു ലാർജ് ക്വാണ്ടിറ്റിയിലേക്കല്ല എടുക്കുന്നത്. അപ്പോഴുണ്ടാകുന്ന എൻതാൽപ്പി ഓഫ് സൊല്യൂഷനാണ് ഡിഫറൻഷ്യൽ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. അതായത് ബീക്കറിൽ നമ്മൾ ചെയ്യുന്നത് അത് ഇൻ്റഗ്രൽ എൻതാൽപ്പി, നമ്മൾ പൂളിൽ ഉപ്പിടുമ്പോൾ അത് വരുന്നത് ഡിഫറൻഷ്യൽ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡിഫറൻഷ്യൽ എൻതാൽപ്പി ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത് d∆H/dN2. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് SS ലോ എന്ന് പറയുന്ന സാധനം. നമുക്ക് എന്താണ് SS ലോ എന്ന് നോക്കാം. അതിന് ഞാൻ ജസ്റ്റ് ഒരു റിയാക്ഷൻ്റെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ഡി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റായിട്ട് മാറി. അപ്പോഴുണ്ടാവുന്ന എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ΔRH തന്നിട്ടുണ്ട്. ഇതേ റിയാക്ഷൻ തന്നെ 3 സ്റ്റെപ്പുകളിൽ നടക്കുക. അത് AB ആവുന്നു, BC ആവുന്നു, CD ആവുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ AD ആവുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി റിയാക്ഷൻ ഉണ്ടാവും. അതെന്ന് പറയുന്നത് ഈ AB ആവുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ഓഫ് ΔH1ഉം അതുപോലെ തന്നെ BC ആവുമ്പോൾ ഉണ്ടാകുന്ന ΔH2ഉം ΔH3യും കൂട്ടിയതായിരിക്കും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് SS ലോ എന്ന് പറഞ്ഞാൽ എന്താ? SS ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ 1 സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ് അണ്ടർ സെയിം കണ്ടീഷൻ. എന്താടാ? AD ആവുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി റിയാക്ഷന് അത് ഈ സെവറൽ സ്റ്റെപ്പിൽ ചെയ്ത് കഴിഞ്ഞാലും എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാലുള്ള എൻതാൽപ്പി ഓഫ് റിയാക്ഷനും AD ആവുമ്പോഴുള്ള ഡയറക്റ്റ് എൻതാൽപ്പി ഓഫ് റിയാക്ഷനും ഈക്വൽ ആയിരിക്കും. അതായത് ടോട്ടൽ എൻതാൽപ്പി ചേഞ്ചിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ഈ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. അതായത് ഒറ്റ സ്റ്റെപ്പിൽ നടന്നാലും സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്തായിരിക്കും ഇവിടെ? എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് SS ലോ. SS ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മഞ്ജുഷയിലുള്ള ചോദ്യങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കുക. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കുറച്ച് എളുപ്പമായി. കാരണം അത് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഡയറക്റ്റ് പോയി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അട്ടം നോക്കി കുത്തിരിക്കേണ്ടി വരും. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിൻ്റെ പ്രോബ്ലംസൊക്കെ മഞ്ജുഷയിലുണ്ട്. നമുക്ക് ചോദിക്കും SS ലോയുടെ അപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിക്കാം. അപ്പം ഫസ്റ്റത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് അല്ലോട്രോപ്പിക് ട്രാൻസിഷൻ. അതായത് നമുക്കറിയാം കാർബണിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലോട്രോപ്പ് ഉണ്ട്. ഗ്രാഫൈറ്റ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ചാർക്കോൾ ഉണ്ട്, അങ്ങനെ ഓരോ കാര്യം ഉണ്ടാവും. സോ നമ്മൾ ഈ
എന്താ പറയുക, അല്ലോട്രോപ്പിക് ട്രാൻസിഷനിൽ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് SS ലോ യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഡയമണ്ട് ഗ്രാഫൈറ്റ് ആകുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കണം. സോ അത് നമുക്ക് തന്നിട്ടുള്ളത് ഗ്രാഫൈറ്റ് കത്തുന്ന എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് -393.5 കിലോ ജോളാണ്. അതുപോലെ തന്നെ ഡയമണ്ട് കത്തുന്ന സാധനവും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നോക്കുക. നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ ഡയമണ്ട് ഗീവ് ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാടാ? ഒന്നുമില്ല. ഈ ഇക്വേഷൻസ് ഇല്ലേ, ആ ഇക്വേഷൻസ് നമുക്ക് എന്തുണ്ടാക്കണം? നമുക്ക് ഡയമണ്ട് ഗ്രാഫൈറ്റ് ആയിട്ട് മാറുന്നതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്താൽ മതി. ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ടൊന്ന് മൈനസ് ചെയ്ത് നോക്ക്. ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ടൊന്ന് മൈനസ് ചെയ്ത് നോക്ക്. ഇക്വേഷൻ 2 ആവും. കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻസൽ ആവും. ഇവിടെ ഉണ്ടാവുന്ന ഡയമണ്ട് മൈനസ് ഗ്രാഫൈറ്റ് ഇല്ലേ, ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ടൊന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നുമില്ലടാ, ഡയമണ്ട് പ്ലസ് O2 ഗ്രാഫൈറ്റ് പ്ലസ് O2 മൈനസ് ചെയ്താൽ എന്ത് നമുക്ക് കിട്ടും? O2 ക്യാൻസൽ ചെയ്യും. ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് പറയുന്നത്. ഡയമണ്ട് മൈനസ് ഗ്രാഫൈറ്റ് എന്ന് കിട്ടൂലേ. ഇനി RHS നോക്കൂ. CO2 ക്യാൻസൽ ചെയ്ത് അവിടെ 0. നമ്മൾ ഈ ഡയമണ്ട് മൈനസ് ഗ്രാഫൈറ്റ് ഇല്ലേ, അതിലെ ഡയമണ്ട് മൈനസ് ഗ്രാഫൈറ്റ് ഇല്ലേ, ഗ്രാഫൈറ്റ്, ആ ഗ്രാഫൈറ്റിനെ അപ്പുറത്തേക്കൊന്ന് ചാടിച്ച് നോക്ക്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്തില്ലേ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയമണ്ട് ഗീവ് ഗ്രാഫൈറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും. അതും ഇതേ ചെയ്ത പ്രൊസീജിയർ നേരെ എൻതാൽപ്പീൻ്റെ സാധനവും ആഡ് ചെയ്യുക. അതായത് എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ്റെ സാധനം ഇക്വേഷൻ 2ൻ്റെത് -395.4 കിലോ ജൂളാണ്. മൈനസ് ഇക്വേഷൻ 1ൻ്റെത് -393.5 ആണ്. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് കണ്ടുപിടിക്കുക? അല്ലോട്രോപ്പിക് ട്രാൻസിഷൻ്റെ കണ്ടുപിടിക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോമേഷൻ കണ്ടുപിടിക്കാം. എൻതാൽപ്പി ഓഫ് കാർബൺ മോണോക്സൈഡിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോമേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ് C+O2 ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്, അതിൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ്റെ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ CO+O2 ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഡിറ്റർമിനേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോമേഷൻ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് പ്ലസ് O2 ഗീവ്സ് CO ഗ്യാസ് ആണ്. ഈ ഇക്വേഷൻ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി ഒന്നുമില്ലടാ, ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 കൊണ്ടൊന്ന് മൈനസ് ചെയ്താൽ മതി. ആ എൻതാൽപ്പി ചേഞ്ചിൻ്റെ കാര്യം, ഈ എൻതാൽപ്പി ചേഞ്ചിൻ്റെ സാധനമില്ലേ, അതും ഇതേമാതിരി ഒന്ന് മൈനസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമോടാ? ഡിറ്റർമിനേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോമേഷൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. കാരണം നമ്മൾ പരീക്ഷ ഹാളിൽ നമ്മളത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമുക്കിത് ഓൾറെഡി അറിയാവുന്നതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേരിയേഷൻ ഓഫ് ദ ഹീറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ ആൻഡ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം വിത്ത് ടെമ്പറേച്ചർ, ക്രിച്ച്ഹോഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ട്. സിമ്പിളാണ്. റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്നു. നമുക്ക് എൻതാൽപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ അറിയാം. സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻ്റ് ആണ്. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ആ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. സോ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഓൺ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വി ഗെറ്റ് del H. നമ്മളറിയാം വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആണ്, കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. സോ നമുക്ക് ഈ ഇക്വേഷൻ എന്തായിട്ട് എഴുതാം? del H/T at constant pressure is equal to സമ്മേഷനെ പുറത്ത് നിർത്തി del H of product by del T constant pressure minus summation of delta H of reactant by delta T constant product. അതായത് ഇതിനെ ഈ ക്രിയ ഓൺ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. നമുക്കറിയാം സിൻസ് del H/T at constant pressure എന്ന് പറയുന്നത് CP ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എന്തായിട്ട് മാറ്റാം? del H/T at constant pressure എന്ന് പറയുന്നത് CP ആണ്. സോ del H/T at constant pressure എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് CP പ്രൊഡക്റ്റ് മൈനസ് കമ്മേഷൻ ഓഫ് CP റിയാക്റ്റൻ്റ് ആണ്. സോ നമുക്ക് CP പ്രൊഡക്റ്റ് മൈനസ് അല്ലേ, അത് നമുക്ക് ഡെൽറ്റ CP എന്ന് പറയാം. ഈ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് ക്രിച്ച്ഹോഫ്സ് ഇക്വേഷൻ. എന്താണ് ക്രിച്ച്ഹോഫ് ഇക്വേഷൻ? del H/T at constant pressure is equal to delta CP. This equation is called a Kirchhoff's equation. The text book സോൾവ് ആണ്. ജസ്റ്റ് ഒന്ന് ആ ടെക്സ്റ്റ് ബുക്കിലെ പോർഷൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ.
പിന്നെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? ΔH2 മൈനസ് ΔH1 എന്ന് പറയുന്നത് ΔCp ഇൻറ്റു T2 മൈനസ് T1 ആണ്. അതാണ് ഇൻ്റഗ്രേറ്റഡ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഞാനത് ക്രോപ്പ് ചെയ്തപ്പം ചെട്ടെന്ന് കാണാണ്ടായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇൻ്റഗ്രേറ്റഡ് ഫോം ഓഫ് കിർച്ചോഫ് ഇക്വേഷൻ ΔH2 മൈനസ് ΔH1 എന്ന് പറയുന്നത് ΔCp ഇൻറ്റു T2 മൈനസ് T1 ആണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പോർഷൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബോണ്ട് എനർജിയും ബോണ്ട് എൻതാൽപ്പിയും ഒക്കെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ഒരു ബോണ്ട് പൊട്ടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം. സോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രണ്ട് ആൾക്കാർ തമ്മിൽ ഒരു ലവ് അഫെയർ എടുക്കുക. ഒരു അഫെയറിൽ രണ്ടുപേരും തമ്മിൽ നല്ല ബോണ്ടാണ്. അപ്പം പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഈ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, നല്ല ബോണ്ടാണെങ്കിൽ അത് പെട്ടെന്ന് തകരുമോ? ഇല്ല. പക്ഷേ ആ ബോണ്ട് തകർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിനെ നമ്മൾ എനർജി ആയിട്ട് പറയാം. സോ ഒരു ബോണ്ട് തകർക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം. ഇവർ തമ്മിലുള്ള ബോണ്ട് നല്ല കൂടുതലാണെങ്കിൽ പെട്ടെന്ന് കുത്തിത്തിരിപ്പുണ്ടായ പെട്ടെന്ന് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവോ? ഇല്ല. ഇനി അതേസമയം ഇവർ തമ്മിലുള്ള ബോണ്ട് ഇല്ലെങ്കിൽ, അവർ തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് അല്ലെങ്കിൽ ചെറിയൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാകുമ്പോഴേക്ക് ബോണ്ട് പൊട്ടും. ഈ ഒരു ലോജിക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലോജിക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചോ, നമുക്ക് ആവശ്യം വരും. അപ്പം എന്താണ് ബോണ്ട് എനർജി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പിയാണ് നോക്കേണ്ടത്. അതായത് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എനർജി കൊടുക്കണം, എന്നാലേ രണ്ടാളെയും വേർപിരിക്കാൻ പറ്റുള്ളൂ. സോ അതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള എനർജീനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് എനർജി. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ രണ്ട് ബോണ്ട്, അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു എനർജി കൊടുക്കണം. ആ റിക്വയർഡ് എനർജീനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് എനർജി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് നോക്കാം. The bond dissociation enthalpy is the enthalpy change per mole accompanying the cleavage of a specific bond between two atoms of gaseous covalent substance to form product in the gaseous phase. It is also called bond enthalpy or bond dissociation energy in respect of particular bond under consideration. Bond dissociation enthalpy എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, CL എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആറ്റം എടുക്കുക. അവർ തമ്മിലുള്ള ബോണ്ട് എന്താ? CL സിംഗിൾ ബോണ്ട് അല്ലേ? ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ്. അതായത് രണ്ട് ഹോമോന്യൂക്ലിയർ ആയിട്ടുള്ള CL എന്ന് പറയുന്നത് ഒരു ആറ്റം തന്നെയല്ലേ? ആ രണ്ട് ആറ്റം സെയിം അല്ലേ? അങ്ങനെയുള്ള Cl2 മോളിക്യൂൾ കോവാലൻ ബോണ്ട് പൊട്ടിക്കാൻ, അതായത് ഒരേ ആറ്റംസ് ആയിട്ടുള്ള Cl2, അതുമാതിരി തന്നെ നമുക്ക് എന്താ പറയാം H2, അതുപോലെ തന്നെ N2, ഇതൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ എനർജീനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓർ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് മീൻ ബോണ്ട് എൻതാൽപ്പി എന്ന് നോക്കാം. ദ മീൻ ബോണ്ട് എൻതാൽപ്പി ഈസ് ദ ആവറേജ് എൻതാൽപ്പി ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് വെൻ 1 mole ഓഫ് കോവാലന്റ് ബോണ്ട് ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ് ഇൻ എ ഗ്യാഷ്യസ് കോവാലന്റ് ബോണ്ട് ഈസ് ബ്രോക്കൺ ടു ഫോം ഇൻ പ്രൊഡക്റ്റ് ഇൻ ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. മീൻ ബോണ്ട് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മീൻ ബോണ്ട് എൻതാൽപ്പി നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. മീൻ ബോണ്ട് എൻതാൽപ്പിൻ്റെ ഇക്വേഷൻ, ഇവിടെ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. മീൻ ബോണ്ട് എൻതാൽപ്പിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ΔRH ഓഫ് റിയാക്ഷൻ, അതായത് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ്, നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഇവിടെ നമ്മൾ വിചാരിക്കും പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. റിയാക്റ്റൻ്റ് മൈനസ് പ്രൊഡക്റ്റാണ്. അതായത് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് അല്ല. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ, എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് ΔRH എന്ന് പറയുന്നത് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റാണ്. ആ ഇക്വേഷനും ഒന്ന് നോക്കി നിൽക്കുക. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് അപ്ലിക്കേഷൻ ഓഫ് ബോണ്ട് എൻതാൽപ്പി ഡാറ്റയാണ്. അപ്ലിക്കേഷൻ ഓഫ് ബോണ്ട് എൻതാൽപ്പി ഡാറ്റയുടെ ഒരു ഇക്വേഷനാണ് റെസൊണൻസ് എനർജി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ബോണ്ട് എൻതാൽപ്പിയുടെ ഒരു അപ്ലിക്കേഷനാണ്. അതിൻ്റെ എക്സസൈസും മഞ്ജുഷയിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ മതി. റെസൊണൻസ് എനർജി എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഒബ്സർവ്ഡ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാൽക്കുലേറ്റഡ് ആണ്.
ആ ഒരു ഇക്വേഷനും ജസ്റ്റ് നോക്കിയേക്കാം. നമുക്കൊന്നെങ്കിൽ 2 എക്സസൈസ് വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. സോ ഞാൻ ജസ്റ്റ് റഷായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോയിക്കുക, കാരണം ഞാനും പ്രിപ്പയർഡ് അല്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ എക്സാം എടുക്കാനായി. സോ ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന്. സോ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് റഷായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടുക. അപ്പം നിങ്ങൾ എന്തായാലും മഞ്ജുഷ നന്നായിട്ട് ഫോളോ ചെയ്യുക. മഞ്ജുഷയിലെ സോൾഡ് എക്സസൈസ് എന്തായാലും ചെയ്യാം. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ H2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് ഗീസ് H2O ഗ്യാസ്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ആ റിയാക്ഷനെ അതേപടി അങ്ങ് പെറുക്കി എഴുതാം. H2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് H2 ഗ്യാസ്. ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? അതേപടി പെറുക്കി എഴുതി. Given that standard enthalpies of HH, O double bond, OH and OO in kilojoule moles are respectively 438, 498, 464, 138. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആ ഇക്വേഷൻ അതേപടി പെറുക്കി എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? തന്നിട്ടുള്ള ഡാറ്റാസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു കോളം വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപടി നിങ്ങൾ ചെയ്തു വെക്കാം. നമുക്കറിയാം H2 പ്ലസ് O2 ഗ്യാസ് ഗീവ്സ്. ഈ H2O2നെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. HOOH ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണെങ്കിൽ എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ്. ആ ഇക്വേഷൻ ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇവിടെ നോക്കുക, റിയാക്റ്റൻറ്റ് സൈഡിൽ H2 ആണ്. ഇതിൻ്റെ ബോണ്ട് എൻതാൽപ്പി എന്താ? H2ൻ്റെ ബോണ്ട് എൻതാൽപ്പി, HHൻ്റെ ബോണ്ട് എൻതാൽപ്പി തന്നിട്ടുണ്ട് 438. അതുപോലെ തന്നെ ഇവിടെ O2ൻ്റെയും തന്നിട്ടുണ്ട്. അതും നമുക്ക് ഇതേമാതിരി പെറുക്കി എഴുതാം. അതുപോലെ തന്നെ H2O2ൻ്റെ നോക്കാം. H2O2 കൂടെ പൊട്ടിക്കുകയാണെങ്കിൽ ഇവിടെ 2 OH ബോണ്ട് പൊട്ടിക്കേണ്ടി വരും. ഇവിടെ OH പൊട്ടിക്കേണ്ടി വരും, ഇവിടെ OH പൊട്ടിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 2 OH ബോണ്ട് പൊട്ടിക്കേണ്ടി വരും പ്രൊഡക്റ്റ് സൈഡിൽ. സോ ഇതിൻ്റെ ബോണ്ട് എന്താൽപ്പി എഴുതുമ്പോൾ 2 del of OH എഴുതണം. അതിൻ്റെ കൂടെ എന്ത് വരും? ഈ O ഡബിൾ ബോണ്ട്, ഈ O അല്ല, O പെറോക്സൈഡ് ആയിട്ടുള്ള ബോണ്ടാണ്. ഈ OO ബോണ്ട് അതും ബ്രേക്ക് ചെയ്യേണ്ടി വരും. സോ അതിൻ്റെ സം ഓഫ് ബോണ്ട് എന്താൽപ്പി ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 times ഓഫ് del ഓഫ് OHൻ്റെ എന്താൽപ്പി ചേഞ്ച് പ്ലസ് del ഓഫ് OO ബോണ്ടിൻ്റെ എന്താൽപ്പി ചേഞ്ച് കൂടെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിമ്പിളായിട്ട് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ കിട്ടും. പിന്നെ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് അടുത്തൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ മഞ്ജുഷയിൽ കൊടുത്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇതിലേക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവില്ല. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു തരാം. കാൽക്കുലേറ്റ് ദ റെസൊണൻസ് എനർജി ഓഫ് N2O ഫ്രം ദ ഫോളോവിങ് ഡാറ്റ. The bond enthalpies of N triple bond N, N double bond N, O double bond O and N double bond bonds are 946, 418, 498 and 607 kilojoule per mole respectively. The enthalpy of formation of N2O is 82 kilojoule per mole. ഇപ്പം ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഞാൻ ജസ്റ്റ് ഒന്ന് ഹറിബറിയിൽ. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ദ ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് N ട്രിപ്പിൾ ബോണ്ട് N തന്നിട്ടുണ്ട്, N ഡബിൾ ബോണ്ട് N തന്നിട്ടുണ്ട്, O ഡബിൾ ബോണ്ട് O തന്നിട്ടുണ്ട്, N ഡബിൾ ബോണ്ട് Oയും തന്നിട്ടുണ്ട്. അതെത്രയാ? 946, 418, 498 ആൻഡ് 607 ആണ്. പിന്നെ നമുക്കറിയാം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് N2O എന്ന് പറയുന്നത് 82 കിലോ ജൂൾ പെർ മോളാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു കോളം വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? കാൽക്കുലേറ്റ് ദ റെസൊണൻസ് എനർജി ഓഫ് N2O ഫ്രം ദ ഫോളോവിങ് ഡാറ്റ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? സ്ട്രക്ചർ ഓഫ് N2O ഒന്ന് വരയ്ക്കുക. നിങ്ങൾ ഈ സ്ട്രക്ചർ ഓഫ് N2O ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കാതെ പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ ഈ N2Oൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കുമോ? അപ്പോൾ എന്തായാലും നിങ്ങൾ സോൾഡ് എക്സസൈസ് ഒന്ന് നോക്കുക. സോ ദ സ്ട്രക്ചർ ഓഫ് N2O മേ ബി റെപ്രസെൻറ്റഡ് ആസ് ഇങ്ങനെ, അതായത് N ഡബിൾ ബോണ്ട് NO വെച്ചിട്ട് ഈ ലോൺ പേസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രക്ചർ വരച്ചു. ഇതിൻ്റെ ഫോർമേഷൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതും നമ്മൾ ജസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതണം.
ഇതിപ്പോൾ നിങ്ങൾ പഠിക്കാതെ പോയി എഴുതുകയാണെങ്കിൽ ഇക്വേഷൻ എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഈ സ്ട്രക്ചർ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇക്വേഷൻ നോക്കുക. അവിടെ തന്നിട്ടുള്ളത് N ട്രിപ്പിൾ ബോണ്ട് N എന്ന് പറയുന്നത് ഹാഫ് O ഡബിൾ ബോണ്ട് O ഗിവ്സ് N ഡബിൾ ബോണ്ട് N ഡബിൾ O ആണ്. അതിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽക്കുലേറ്റഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഒബ്സേർവ്ഡ് ആയിട്ടുള്ള എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയാണ്? 82 കിലോ ജൂൾ പെർ മോളാണ്. ഒബ്സേർവ്ഡ് ആണ് 82 കിലോ ജൂൾ പെർ മോൾ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കണം. നമ്മളൊരു ബേസിക് ഇക്വേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസൊണൻസ് എനർജി എന്ന് പറഞ്ഞാൽ എന്താടാ? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഒബ്സേർവ്ഡ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽക്കുലേറ്റഡ് ആണ്. നമുക്ക് ഒബ്സേർവ്ഡ് വാല്യൂ തന്നിട്ടുണ്ട് ഇവിടെ 82 കിലോ ജൂൾ പെർ മോൾ തന്നിട്ടുണ്ട്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കണേ. ഇനി നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽക്കുലേറ്റഡ് കണ്ടുപിടിക്കാം. അതെത്രയാ? സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഇവിടെ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് ഒന്ന് നോക്കാം. N ട്രിപ്പിൾ ബോണ്ട് N അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 946 ആണ്. അതുപോലെ തന്നെ ഓൻ്റെ നോക്കുക, O ഡബിൾ ബോണ്ട് ഓൻ്റെ തന്നിട്ടുണ്ട്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട് 498. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഹാഫ് എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് അതൊന്നുകൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതണം. ഹാഫ് ഇൻറ്റു 498 എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഇവിടെ വിട്ടുപോകരുത്, കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത്. സോ ഇവിടെ N ട്രിപ്പിൾ 6 കിലോ ജൂൾ പെർ മോളാണ്. സോ അതിവിടെ തന്നിട്ടുണ്ട്. N ട്രിപ്പിൾ ബോണ്ട് N, ഇത് N ഡബിൾ ബോണ്ട് N-ൻ്റെ ആണ് കേട്ടോ, മാറിപ്പോയി. N ട്രിപ്പിൾ ബോണ്ട് N-ൻ്റെത് 946 കിലോ ജൂൾ പെർ മോളാണ്. സോ അതിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ O ഡബിൾ ബോണ്ടിൻ്റെ ഇവിടെ നോക്കുക, ഓൻ്റെ തന്നിട്ടുള്ളത് എത്രയാണ്? 498 ആണ്. സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഹാഫാണ്. സോ അത് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. മൈനസ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ് നോക്കാം. ഇവിടെ എന്തൊക്കെയാണ്? N ഡബിൾ ബോണ്ട് N പൊട്ടിക്കണം, N ഡബിൾ ബോണ്ട് O പൊട്ടിക്കണം. സോ അതിൻ്റെ എൻതാൽപ്പി ഓഫിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. N ഡബിൾ ബോണ്ട് N-ൻ്റെ എത്രയാണ്? 418. സോ അവിടെ 418 എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ O ഡബിൾ ബോണ്ട് തന്നിട്ടുണ്ട് 607. O ഡബിൾ ബോണ്ട് N ഡബിൾ ബോണ്ട് ഓൻ്റെ തന്നിട്ടുണ്ട്, അതെത്രയാണ്? 607 ആണ്. അതവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഈ കാൽക്കുലേഷൻ പാർട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? കാൽക്കുലേറ്റഡ് കിട്ടും. 170 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. 170 കിലോ ജൂൾ പെർ മോൾ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒബ്സേർവ്ഡ് തന്നിട്ടുണ്ട്. ഒബ്സേർവ്ഡ് എത്രയാണ്? 82 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് ആലോചിക്കുക. റെസൊണൻസ് എനർജി എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഒബ്സേർവ്ഡ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽക്കുലേറ്റഡ് ആണ്. ഇവിടെ ഒബ്സേർവ്ഡ് തന്നിട്ടുള്ളത് 82 ആണ്, നമുക്ക് കിട്ടിയിട്ടുള്ളത് 170 ആണ്. സോ ഒന്നുമില്ല, 82 മൈനസ് 170 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റെസൊണൻസ് എനർജി കിട്ടും. സോ ഞാൻ ജസ്റ്റ് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെന്ത് ചെയ്യുക? മഞ്ജുഷയുടെ ആ സോൾഡ് എക്സസൈസ് ആണ്, അതെന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് പോവുക. എന്തായാലും ഈ എക്സസൈസ് ഞാൻ കാണുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് നോട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. നിങ്ങൾ മെയിനായിട്ട് ആലോചിക്കേണ്ടത് സീലിംഗ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും 2 സെക്ഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും പരമാവധി ആൻസർ ചെയ്യാൻ നോക്കുക. അടിപൊളിയായിട്ട് എക്സാം എഴുതുക, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുക. എല്ലാവർക്കും, മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടിപൊളിയായിട്ട് എഴുതുക. താങ്ക് യു.